നമസ്കാരം. എൻട്രിയുടെ PGT സിലബസ് KVSൻ്റെ സിലബസ് പരിചയപ്പെടുത്തുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഐ ഡീം ഇറ്റ് ആസ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രസ്റ്റീജ് bestowed upon me to introduce the KVS PGT syllabus for the entry aspirants. PGT അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ പരീക്ഷയ്ക്കുള്ള സിലബസ് പ്രധാനമായും ഈ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ജനറൽ ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടായിരിക്കും. ജനറൽ ഇംഗ്ലീഷ് വെർബ്, ടെൻസസ്, വോയിസ്, സബ്ജക്റ്റ്, വെർബ് എഗ്രിമെൻറ്റ്, ആർട്ടിക്കിൾ, കോംപ്രിഹെൻഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, adverb, error correction, sentence rearrangement, unseen passages, vocabulary, antonyms, synonyms, grammar, idioms and phrases, etc. ഞാൻ TGT സിലബസിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇംഗ്ലീഷ് പേപ്പറുകൾ വായിക്കുകയാണ്, മാഗസിൻ വായിക്കുകയാണ്, BBS മുതലായ ചാനൽ കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് വിജ്ഞാനം പുരോഗതി പ്രാപിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നല്ല നിലവാരമുള്ള പുസ്തകങ്ങൾ കൂടി നിങ്ങൾ വായിക്കുക. രണ്ടാമതായിട്ട് വരുന്നത് ജനറൽ ഹിന്ദിയാണ്. ജനറൽ ഹിന്ദിയിൽ അന്റോണിംസ്, വൊക്കാബുലറി, ഗ്രാമർ, സിനോണിം, ട്രാൻസ്ലേഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എറർ ഡിറ്റക്ഷൻ, കോംപ്രിഹെൻഷൻ, ഫ്രേസസ് ആൻഡ് പ്ലൂറൽ ഓഫ് ദി ഫോംസ്. ഒരുപക്ഷെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ എന്ന് പറയുന്നത്, പുറകോട്ട് പോകുന്നത് ഹിന്ദിയുടെ കാര്യത്തിലായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് നിലവാരമുള്ള ഹിന്ദി പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഹിന്ദിയിലുള്ള വിജ്ഞാനം കൂടി നിങ്ങൾ മെച്ചപ്പെടുത്തുക. പലപ്പോഴും കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൻ്റെ പരീക്ഷകളിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്നത് സബ്ജക്റ്റ് നോളജിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല, കമ്പ്യൂട്ടർ നോളജിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല, ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവയിലെല്ലാം തന്നെ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. പക്ഷേ നമ്മൾ പുറകോട്ട് പോകുന്നത് പലപ്പോഴും ഹിന്ദിയിലുള്ള ആസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹിന്ദി വിജ്ഞാനം പരിപോഷിപ്പിക്കണം. എന്നാൽ മാത്രമേ കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൽ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അടുത്തതായി വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, ബുക്സ് ആൻഡ് ഓത്തേഴ്സ്, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, ബജറ്റ് ആൻഡ് 5-year പ്ലാൻ, ജനറൽ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇന്ത്യൻ എക്കോണമി, ക്യാപിറ്റൽസ് ഓഫ് ഇന്ത്യ, ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ, സയൻസ്, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറി, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, അബ്രീവിയേഷൻ, കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ. പേപ്പറുകൾ വായിക്കുക, ചാനൽ കാണുക, അതുപോലെ തന്നെ നല്ല നിലവാരമുള്ള ജനറൽ നോളജ് പുസ്തകങ്ങൾ, ഇയർ ബുക്കുകൾ, ഇതെല്ലാം വായിച്ച് നമ്മൾ അതിലുള്ള വിജ്ഞാനം എപ്പോഴും നിലനിർത്തുക, അത് വളർത്തിയെടുക്കുക. ഒരു ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതല്ല, ദിവസവും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും പരീക്ഷയെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് നേരിടാനും വിജയപീഠത്തിൽ നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. മറ്റൊന്നുള്ളത് റീസണിങ് എബിലിറ്റിയാണ്. അരിത്തമെറ്റിക് നമ്പർ സീരീസ്, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, ഒബ്സർവേഷൻ, ഫിഗേഴ്സ് ക്ലാസിഫിക്കേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്, അരിത്തമെറ്റിക്കൽ റീസണിങ്, നോൺ വെർബൽ സീരീസ്, അനാലജീസ്, ഡിസ്ക്രിമിനേഷൻ, വിഷ്വൽ മെമ്മറി, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, നമ്പർ സീരീസ്, ലെറ്റർ ആൻഡ് സിംബൽ സീരീസ്, വെർബൽ ക്ലാസിഫിക്കേഷൻ, എസെൻഷ്യൽ പാർട്ട്, verbal reasoning, logical problem, analogies, theme detection, cause and effect, artificial language, matching definition, making judgment, statement and conclusion, logical deduction, statement and argument. നിരവധി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ, ബാങ്ക് ടെസ്റ്റ് പോലുള്ള പരീക്ഷകളിൽ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തിരിക്കും. കഴിയുന്നിടത്തോളം അതിൻ്റെ ക്വസ്റ്റ്യനുകൾ കളക്ട് ചെയ്ത് പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ റീസണിങ് എബിലിറ്റി, ബുദ്ധിപരമായ കഴിവാണ് അതിനകത്ത് പ്രധാനമായിട്ടും അളക്കുന്നത്. അത് നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റും. അതിൽ പരിശീലനം വളരെ ആവശ്യമായ ഒരു മേഖലയാണ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് കമ്പ്യൂട്ടർ ലിറ്ററസി, കമ്പ്യൂട്ടർ ബേസിക്സ്, യൂസിങ് പെയിൻറ്റ് ബ്രഷ്, മോർ ഇൻ പെയിൻറ്റ്, എബൌട്ട് ഡെസ്ക്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടർ പെരിഫറൽസ്, വേർഡ് പ്രോസസ്സർ, ഫോർമാറ്റിംഗ് വേർഡ് ഡോക്യുമെൻറ്റ്, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ഹിസ്റ്ററി, വേർഡ് പ്രോസസ്സർ, എക്സ്പ്ലോറിംഗ് വിൻഡോ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് വെറും കുട്ടികളിയായിരിക്കും. പക്ഷേ അതെല്ലാം തന്നെ ശ്രദ്ധിക്കുക. എത്രമാത്രം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിലും അത്രമാത്രം നമുക്ക് പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദ്രുതഗതിയിൽ നമ്മളുടെ വിജ്ഞാന ചക്രവാളങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് വരുന്നത് പെഡഗോഗിക്കൽ കൺസേൺസ് ആണ്. കരിക്കുലം, മീനിങ്, പ്രിൻസിപ്പിൾസ്, ടൈപ്സ് ഓഫ് കരിക്കുലം ഓർഗനൈസേഷൻ, അപ്രോച്ചസ്, പ്ലാനിങ്, ഇൻസ്ട്രക്ഷണൽ പ്ലാൻ, ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, സപ്ലിമെൻ്ററി മെറ്റീരിയൽ, AV എയ്ഡ്സ്, ലബോറട്ടറീസ്, ലൈബ്രറി, ക്ലബ്സ്, മ്യൂസിയം, കമ്മ്യൂണിറ്റി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇവാലുവേഷൻ, ടൈപ്സ്, ടൂൾസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, analysis and interpretation of scholastic achievement test.
കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ലെസൺ പ്ലാൻ വളരെ ആവശ്യമാണ്. ഒരു ക്ലാസ് വിജയിക്കണമെങ്കിൽ നല്ല ലെസൺ പ്ലാനിൻ്റെ സഹായത്തോടു കൂടി ഹോംവർക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ ക്ലാസ്സിലുണ്ടാകുന്ന മെച്ചം നമുക്ക് വളരെ അനുഭവവേദ്യമാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ, ലൈബ്രറി, ലബോറട്ടറികൾ, ഇവാലുവേഷൻ ടൂളുകൾ, നല്ലൊരു ഇവാലുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പഴയ പോലെ റോട്ട് മെമ്മറി അളക്കുന്നതല്ല. അതിന് പകരം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതേപോലെ സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് വരുന്നത്. ആ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാനും അതനുസരിച്ച് വിദ്യാർത്ഥികളുടെ കഴിവുകൾ അളക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവാലുവേഷൻ ടൂളിനെ കുറിച്ചിട്ടുള്ള അത് സംബന്ധമായ ചോദ്യങ്ങൾ കൂടി വരും. അവയെ നേരിടാൻ നമുക്ക് സാധിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, വ്യത്യസ്തമായ കഴിവുകളുള്ള അഭിരുചികളുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അതിനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റീസ്, കൺസെപ്റ്റ് ടൈപ്സ്, ഡിസബിലിറ്റി ആസ് എ ഡയമെൻഷൻ ഓഫ് ഡൈവേഴ്സിറ്റി, ഡിസബിലിറ്റി ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, classification of disability and its educational implication, sensory impairment, hearing impairment, visual impairment, deaf and blind, cognitive disabilities, autism spectrum disorder, intellectual disability and specific learning disability, physical disabilities, cerebral palsy and locomotor, philosophy of inclusion with a special reference to children with a disability, process of inclusion, concern issues across disabilities, constitutional provisions, education and technology. അപ്പോൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അവരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടേണ്ട ലെവലിലുള്ള കുട്ടികളായിരിക്കില്ല, അതിനേക്കാളും മികച്ച കുട്ടികളായിരിക്കും. പക്ഷേ മെയിൻ സ്ട്രീമിലെ കുട്ടികളിൽ നിന്ന് പുറകോട്ട് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവായ കുട്ടികളായിരിക്കാം. അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ എങ്ങനെ ചേർത്തു പിടിക്കാം, അവരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതും കൂടി സിലബസിൻ്റെ ഒരു ഭാഗമാണ്. പിന്നീട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ആണ്. ടൈപ്സ്, തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം, ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് വളരെ പ്രധാനമാണ്. നമ്മൾ വാക്കുകൾ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ് ഒരു അധ്യാപകന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ അറിവ് എന്തുമാത്രമുണ്ടെങ്കിലും അത് ഫലപ്രദമായി കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് തക്ക ഭാഷാപരിചയം നമുക്കുണ്ടായിരിക്കണം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൂടെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൺസേൺഡ് സബ്ജക്റ്റാണ്. ഏതാണ്ട് 80% മാർക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് നിങ്ങൾ PGT ഫിസിക്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സിലുള്ള വിജ്ഞാനം വളരെ അധികം വേണം. അതുപോലെ PGT കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയിലുള്ള വിജ്ഞാനം വളരെ അധികം വേണം. കൺസേൺഡ് സബ്ജക്റ്റ്, അത് ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കൊള്ളട്ടെ, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ അതിലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന പോലെ നിങ്ങൾ തയ്യാറെടുക്കണം. അതായത് ഒരു JEE പരീക്ഷയ്ക്കോ ഒരു നീറ്റ് പരീക്ഷയ്ക്കോ ഒരു വിദ്യാർത്ഥി പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന തരത്തിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലുള്ള വിജ്ഞാനത്തെ നമ്മൾ വളർത്തിയെടുക്കണം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഓർമ്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അതിന് അനുദിനമുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. ഇത്തരത്തിൽ ചെയ്യുക. ഈ ബോർഡിലെ വാക്കുകൾ ക്ലിയർ അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തുള്ള ഫോൺ നമ്പറിൽ ഉള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ടൈപ്പ് ചെയ്തെടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വിവരണങ്ങൾ പൊതുവായ ഒരു സിലബസാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. PGT അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ 14 കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും പറയാം, ഈ സിലബസ് ഏറ്റവും യോജിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അധ്യാപകരായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രശോഭിക്കാൻ പറ്റും. നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. അവർ നൽകുന്ന ആ അധ്യാപകൻ അവരോട് മോശമായോ പരുഷമായോ പെരുമാറിയാൽ തന്നെ അത് അവരുടെ വളർച്ചയ്ക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിജ്ഞാനമുണ്ടാകും. എന്തു വില കൊടുത്തും അവർ തങ്ങളുടെ അധ്യാപകനെ സ്നേഹിക്കും. അപ്പോൾ PGT ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സിലബസിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും സ്വപ്ന ജോലി കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലെ PGT എന്ന് പറയുന്നത് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് മംഗളാശംസകൾ.